نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ സാധ്യമാം വിധം പ്രാവർത്തികമാക്കണമേ എന്നും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമേ എന്നും ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മെ സൃഷ്ടിച്ച അല്ലാഹു, നമ്മുടെ റബ്ബ്, അവൻ തന്നെ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തേക്കുള്ള ഭക്ഷണവും ആവശ്യമായ കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു നൽകിയ ഉറപ്പാണിത്, അല്ലാഹു നൽകിയ വാഗ്ദാനമാണിത്. ആദം അലൈഹിസ്സലാം അല്ലാഹുവിനെ ധിക്കരിച്ച് അങ്ങനെ തൗബ ചെയ്ത് ഭൂമിയിലേക്ക് അല്ലാഹു ഇറങ്ങിപ്പോകാൻ പറഞ്ഞ സമയത്ത് അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: വലക്കും ഫിൽ അർളി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ. അല്പകാലത്തേക്ക് കഴിഞ്ഞുകൂടാനുള്ള കാര്യങ്ങൾ നിനക്ക് അവിടെയുണ്ട്, ഭൂമിയിലുണ്ട് എന്നത്. ആയതിനാൽ നമ്മുടെ തറവാട് അത് സ്വർഗമാണ്. ഈമാനോടുകൂടി ജീവിച്ചു മരിച്ചാൽ അവിടെയാണ് എത്തിച്ചേരാനുള്ളത്. ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞതുപോലെ ഇലാ ഹീൻ, അല്പകാലത്തേക്ക് വന്നവരാണെന്ന. എന്നാൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം മാതാവിന്റെ ഉദരത്തിൽ 40-ാം ദിവസത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ച നമ്മുടെ ഭക്ഷണവും നമ്മുടെ മറ്റു ജീവിതാവശ്യവും, അതിന്റെ കാര്യത്തിൽ നാം ടെൻഷൻ അടിക്കേണ്ടതില്ല. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്: ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി. അല്ലാഹുവിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തവക്കുൽ ചെയ്താൽ ലറസഖകും, അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതാണ്. ഏതുപോലെ? കമാ യർസുഖു ത്വയ്ർ, ഒരു പക്ഷിക്ക് അല്ലാഹു അന്നം നൽകുന്നത് പോലെ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ കാര്യവും അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. തഗ്ദു ഹിമാസ, രാവിലെ തന്നെ കുട്ടിയ വയറുമായി അത് അതിന്റെ കൂട് വിട്ട് പറക്കുകയാണ്. എന്നാൽ വതറൂഹു ബിതാന, പ്രഭാതത്തിൽ വയറിന്റെ അവസ്ഥ അത് മേൽ പറഞ്ഞ പ്രകാരമാണ്. എന്നാൽ പ്രദോഷമാകുമ്പോഴേക്കും അതിന് വേണ്ട ഭക്ഷണങ്ങളാൽ അതിന്റെ ആമാശയം ഇതാ നിറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? എത്ര ദുർബലരായ ജീവികളാണ്. അവയെല്ലാം അതിന്റെ റിസ്ക് നേടിയെടുക്കുന്നു. അല്ലാഹു അവർക്കെല്ലാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. റിസ്കിന്റെ കാര്യം ഏറെ അത്ഭുതമാണ്. അതുപോലെ നമ്മുടേതും അല്ലാഹു ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഒരു പക്ഷി ആ കൂട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാതെ അതിന്റെ ദുർബലതയിൽ തന്നെ അതിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് ചെയ്യുന്നു. അതുപോലെ തന്നെ നാമും നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന
വാതിലുകളെല്ലാം നാം മുട്ടുക. കാരണങ്ങൾ സ്വീകരിക്കുമ്പോൾ, മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ റിസ്കും നമ്മിലേക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും തയ്യിബായത് നല്ലത് നിങ്ങൾ ചെലവഴിക്കുവിൻ. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. അതുപോലെ തന്നെ വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർള്, ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നും പുറപ്പെടുവിച്ചു തരുന്ന, ഉൽപ്പാദിപ്പിച്ചു തരുന്ന കാര്യങ്ങളും നിങ്ങൾ ദരിദ്രർക്ക് നൽകുവിൻ. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, അല്ലാഹു നൽകിയിരിക്കുന്ന ഭൂമിയിൽ നിന്നും പുറത്തെടുത്തു തന്ന പദാർത്ഥങ്ങളിൽ നിന്നും നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ അതിൽ മോശപ്പെട്ടത് നിങ്ങൾ അതിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ദരിദ്രർക്ക് നൽകരുത്. വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി, നിങ്ങൾ പോലും അത് കണ്ണടച്ചുകൊണ്ടല്ലാതെ സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ദരിദ്രർക്ക് നൽകരുത്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, നിങ്ങൾ അറിയണം അല്ലാഹു ഏറെ ധന്യനാണ്. നിങ്ങളുടെ സദഖത്ത് അല്ലാഹു ആവശ്യക്കാരനല്ല, മറിച്ച് നിങ്ങളാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആവശ്യക്കാർ. ഹമീദ്, അവനേറെ സ്തുത്യർഹനുമാകുന്നു. ശേഷം അല്ലാഹു പറഞ്ഞ കാര്യം അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ, സദഖ ചെയ്യാൻ കൽപ്പിച്ച ശേഷം അല്ലാഹു സദഖയിൽ നിന്നും തടയുന്ന ഒരു പ്രധാന കാര്യത്തെ, ഒരു പ്രധാന കാരണക്കാരനെ ഓർമ്മപ്പെടുത്തുകയാണ്. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ, പിശാചിത ദാരിദ്ര്യത്തെ സംബന്ധിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. സദഖ ചെയ്താൽ നേരത്തെ അല്ലാഹു പ്രയോഗിച്ചു വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർള്, നാം നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നും പുറത്തെടുത്തു തന്ന കാര്യങ്ങൾ. അല്ലാഹുവാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ച് തന്മൂലം ഈ കാണുന്ന സസ്യലതാദികളെല്ലാം ഉൽപ്പാദിപ്പിച്ച് നൽകിയത്. അല്ലാഹുവിന്റെ കഴിവാണത്, അല്ലാഹുവിന്റെ ഖുദ്റത്താണത്. എന്നാൽ പിശാച് ദാരിദ്ര്യഭയം ഉണ്ടാക്കുമ്പോൾ അതിൽ വീണു പോകാതിരിക്കാൻ അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ, പിശാചിത ദാരിദ്ര്യത്തെ തൊട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു. വയഅ്മുറുകും ബിൽ ഫഹ്ശാ, അങ്ങനെ ഈ ദാരിദ്ര്യഭയം മൂലം അവൻ നിങ്ങളെ അല്ലാഹുവിനെ ധിക്കരിക്കാൻ കൽപ്പിക്കുന്നു. എത്ര ആളുകളാണ്, എന്തിനാണ് അവർ ആ ഹറാമിൽ മുഴുകുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ അവസാന ഉത്തരം ദാരിദ്ര്യ ഭയമാണ്. പല പാപങ്ങളുടെയും കാരണം, ആളുകളെ അതിലേക്ക് കാലെടുത്ത് വെച്ചതിന്റെ പിന്നിലെ കാരണം ദാരിദ്ര്യ ഭയമാണ്. നോക്കൂ, ശൈത്താൻ അവന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ വയഅ്മുറുകും ബിൽ ഫഹ്ശാ, ഈ ദാരിദ്ര്യ ഭയം ഉപയോഗിച്ചവൻ ആളുകളെ അല്ലാഹുവിനെ ധിക്കരിപ്പിക്കും. എന്നാൽ അല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന കാര്യമാണ്. വഫദ്ല, നിങ്ങൾക്ക് വിശാലമായ റിസ്ഖാണ്. അല്ലാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം. പിന്നെ എന്തിന് പിശാചിന്റെ വാഗ്ദാനത്തിൽ വഞ്ചിതരാവണം? ദാരിദ്ര്യഭയം കാരണം അല്ലാഹു ചിലവഴിക്കാൻ പറഞ്ഞ സ്വതക്കകൾ നാം എന്തിന് ചിലവഴിക്കാതിരിക്കണം? അതുകൊണ്ട് വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയുടെ ഖജനാവ് അല്ലാഹുവിന്റെ പക്കലാണെന്ന ബോധം, ആ ബോധ്യം നമ്മിൽ സദാ ഉണ്ടാവേണ്ടതുണ്ട്. റിസ്കിന്റെ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, മാതാവിന്റെ ഉദരത്തിലുള്ളപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് നമ്മുടെ റിസ്ക്. റിസ്ക് എന്ന് വെച്ചാൽ ഒരു ഭൂമിയിൽ, ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റിസ്കിൽപ്പെട്ടു. ഇതെല്ലാം അല്ലാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ആയിരിക്കെ തന്നെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ അല്ലാഹു നമ്മുടെ അജൽ, നമ്മുടെ അവധി അഥവാ മരണം, അതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ആളുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം, അല്ല നമ്മിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം. മരണം അല്ലാഹു നിശ്ചയിച്ച കാര്യമാണ്, നമ്മുടെ ഉപജീവന മാർഗം അല്ലാഹു നിശ്ചയിച്ച കാര്യമാണ്. ഇത് ഏതിനെ സംബന്ധിച്ചാണ് നാം കൂടുതൽ ഭയക്കുന്നത്? എന്റെ നാളത്തെ ഭക്ഷണം, എന്റെ നാളത്തെ ജീവിക്കാനുള്ള ഉപാധികൾ എനിക്കില്ലാതായി പോകുമോ എന്ന് ഭയക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഞാൻ മരിക്കാതെ പോകുമോ, അല്ലാഹു എന്നെ മരിപ്പിക്കാതിരിക്കുമോ എന്ന ആവലാതി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാൾക്കുമില്ല. എന്നാൽ എന്റെ ഉപജീവനം എനിക്ക് കിട്ടാതായി പോകുമോ,
ഈ ഒരു ഔലാദ് ഇല്ലാത്ത മനുഷ്യർ തുലവും തുച്ഛമാണ്. രണ്ടും അള്ളാഹു രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്, ഒരേ ഹദീസിലൂടെ അള്ളാഹു അറിയിച്ച കാര്യമാണ്. എന്നാൽ മരണത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അശ്രദ്ധയിലും, അതിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് താനും, എന്നിട്ടും അതിൽ കൂടുതൽ അശ്രദ്ധയിലും, റിസ്കിന്റെ കാര്യത്തിൽ അത് അള്ളാഹു ഏറ്റെടുത്തതാണ്, അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മിലേക്ക് എത്തുന്നതാണെന്ന് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്, അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിൽ കൂടുതൽ സമയം ടെൻഷൻ അടിച്ചുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞുകൂടുന്ന അവസ്ഥ, ഇതാണ് പല ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ മരിക്കേണ്ട സമയത്ത് അള്ളാഹു എന്നെ തിരിച്ചു വിളിക്കുമെന്ന ആ ഉറപ്പ് നമ്മുടെ നാളത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ജീവിതോപാധികളുടെ കാര്യത്തിലും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതില്ലാത്തത് നമ്മുടെ ഈമാനിന്റെ ദുർബലതയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി, ഏറ്റവും നല്ല പോലെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അപ്പോഴാണ് ഫറോയ്ക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിസ്സാരമാം ആ ഒരു പക്ഷിയിൽ പോലും നമുക്ക് മാതൃകയുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പല പക്ഷികളെയും അതിന് ഇര പിടിക്കാൻ വേണ്ടി അത് കാണിക്കുന്ന ക്ഷമ, മിനിറ്റുകളോളം അല്ല മണിക്കൂറുകളോളം അനങ്ങാതെ ഒറ്റക്കാലിൽ നിൽക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അല്ലാഹു നിശ്ചയിച്ച അതിന്റെ റിസ്ക് അതിലേക്ക് എത്താൻ വേണ്ടി അത് അതിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്ര തന്നെ നാമും ചെയ്യേണ്ടതുള്ളൂ, അത് നമ്മിലേക്ക് എത്തുന്നതാണ്. ഇതാണ് റിസ്കിന്റെ യാഥാർത്ഥ്യം. ഇത് നാം മറന്നുപോയിക്കൂടാ. ഈ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, പാപങ്ങൾ അഥവാ റബ്ബിനെ ധിക്കരിക്കൽ, അത് റിസ്ക് തടയപ്പെടാൻ, റിസ്ക് ഇല്ലാതായി പോകാൻ, അല്ലാഹു നിശ്ചയിച്ച റിസ്ക് നിന്നിലേക്ക് എത്താതിരിക്കാൻ കാരണമാകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയുഹറമു റിസ്ക ബിദ്ദംബി യുസീബുഹു. ഒരടിമ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ കാരണത്താൽ അവന്റെ റിസ്ക് തടയപ്പെടുന്നതാണ്. അല്ലാഹുവിനെ ധിക്കരിച്ചാൽ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച റിസ്ക് അത് തടയപ്പെടുന്നതാണ്. അതുകൊണ്ട് പാപങ്ങൾ അതിന് വലിയ അനന്തരഫലമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ശേഷം അവിടുന്ന് പറഞ്ഞു, വലാ യർദുൽ ഖദറ ഇല്ല ദുആ, അല്ലാഹുവിന്റെ വിധിയെ ദുആ അല്ലാതെ മാറ്റുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, ആയുസ്സിൽ വർധനവ് നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ അല്ലാതെ ഉണ്ടാവുകയില്ല. നോക്കൂ, അല്ലാഹു ഉദാഹരിച്ച ഒരു ഉദാഹരണം, വദറബല്ലാഹു മസലൻ ഖറിയതൻ, ഒരു ഗ്രാമത്തെയാണ് അല്ലാഹു ഉദാഹരണമായി പറയുന്നത്. ഹറാമുകളിൽ വ്യാപൃതരായാൽ നമ്മുടെ റിസ്ക് നഷ്ടപ്പെടും എന്നതിനൊരു തെളിവാണ് ഈ ആയത്ത്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഒരു ഗ്രാമത്തെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, കാനത് ആമിനതൻ മുത്മഇന്നതൻ, ഏറെ സന്തുഷ്ടാവസ്ഥയിലുള്ള സുഖലോലുപതയിലുള്ള പ്രയാസങ്ങളെല്ലാം കുറഞ്ഞ ഒരവസ്ഥയിലുള്ള ഒരു ഗ്രാമം. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, പല പ്രദേശത്തു നിന്നും അവിടുത്തെ ആളുകൾക്ക് വേണ്ട ഉപജീവന മാർഗങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആ നാട്ടുകാർ ഫകഫറത് ബിഅൻഉമില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിച്ചു, കിട്ടിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാതിരുന്നു. എന്തു സംഭവിച്ചു? ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അല്ലാഹു അവരെ വിശപ്പിന്റെ പുതപ്പ് പുതപ്പിച്ചു, അല്ലെങ്കിൽ വിശപ്പിന്റെ വസ്ത്രം ധരിപ്പിച്ചു. വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചു. വൽ ഖൗഫ്, ഭയം കൊണ്ടും. ഭയമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവർ. കാനത് ആമിനതൻ, എന്നാൽ എന്ത് കാരണത്താൽ? കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്ത കാരണത്താൽ ഈ അവസ്ഥയിലേക്ക്, ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിച്ചു. എന്തിനേറെ ഭയവും അവരിൽ ഉണ്ടാക്കി പരീക്ഷിക്കുകയുണ്ടായി. ബിമാ കാനു യസ്നഊൻ, അവർ ചെയ്ത ആ നന്ദികേട് കാരണത്താൽ. അതുകൊണ്ട് ഹറാമുകൾ ഒരു നാട്ടിൽ വ്യാപിക്കുക എന്നത് ആ നാട്ടിന്റെ സുഖലോലുപത ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളുടെ റിസ്കിൽ കുറവ് വരാനുള്ള കാരണമാകും എന്നീ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ധിക്കരിക്കുന്ന കുഫറിൽ, അള്ളാഹുവിനുള്ള ധിക്കാരത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് എമ്പാടും സമ്പത്തുകൾ നാം കാണുന്നുണ്ടല്ലോ, അവരിൽ വളരെ ധനികരായ ആളുകളുണ്ടല്ലോ. ഇതിനുള്ള മറുപടി ഖുർആനിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലും ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ്.
അവിടുന്ന് പറഞ്ഞു, ഇദാ റഅയ്ത അല്ലാഹ യുഅതിൽ അബ്ദ മിനദ് ദുനിയ അലാ മആസിഹി മാ യുഹിബ്, ഇതാ നീ കാണുകയാണെങ്കിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരുത്തന് അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം, ഈ ധിക്കാരിക്ക് അവൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ദുനിയാവിൽ തന്നെ ലഭിക്കുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, അത് ഇസ്തിദ്റാജ് ആണ് എന്നത്. എന്താണ് ഇസ്തിദ്റാജ്? ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് ഓതി അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തുൽ അൻആമിലെ ഈ ആയത്ത്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഒരു കൂട്ടരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ കൽപ്പന മുഖവിലക്ക് കൊടുക്കാത്ത കാരണത്താൽ, അല്ലാഹുവിനെ ധിക്കരിച്ച കാരണത്താൽ അല്ലാഹു എന്ത് ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അവരെ അങ്ങ് ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ കുടിപ്പിച്ചു എന്നാണോ പറഞ്ഞത്? അല്ല, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, സകല സുഖലോലുപതയും അവർക്ക് നൽകി, അല്ലാഹുവിനെ ധിക്കരിച്ച കാരണത്താൽ. ശേഷം ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ തങ്ങൾ നേടിയെടുത്ത, അവർ നേടിയെടുത്തു എന്ന് അവർ ധരിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അവർ അതീവ സന്തുഷ്ടരായി. നിങ്ങൾ കണ്ടിട്ടില്ലേ ആളുകൾ പറയുന്നത്, എന്റെ സക്സസിന്റെ കാരണം ഇങ്ങനെയാണ്. ധന്യത നേടിക്കഴിഞ്ഞാൽ ആളുകൾ വീമ്പിളക്കുന്നത് നാം കേൾക്കാറുണ്ട്. അതുപോലെ അവർ ഏറെ സന്തുഷ്ടരായി അഹങ്കാരത്തോടെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഫഅഖദ്നാഹും ബഗ്ത, അല്ലാഹു പെട്ടെന്ന് അവരെ പിടികൂടുകയുണ്ടായി. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോഴത് അവർ നിരാശരായിരിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, വലാ യഹ്സബന്നല്ലദീന കഫറൂ, നിഷേധികൾ ധരിക്കേണ്ടതില്ല, അന്നമാ നുംലി ലഹും, അല്ലാഹു അവർക്കിങ്ങനെ ആയുസ് നീട്ടിക്കൊടുക്കുന്നത് ഖൈറുൽ ലി അൻഫുസിഹിം, അവർക്ക് തന്നെ ഖൈറാണെന്ന്. ഈ സുഖലോലുപതയിൽ ഇങ്ങനെ ആയുസ് നീണ്ടു കിട്ടുന്നത് അവർക്ക് ഖൈറാണെന്ന് അവർ ധരിക്കേണ്ടതില്ല. എന്തിനാണ് അല്ലാഹു ഹറാം ഈ നിഅമത്തിൽ തന്നെ അവരെ തുടർന്നു കൊണ്ടുപോകുന്നത്? ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ, ഈ സുഖലോലുപത അവരുടെ എന്ത് വർദ്ധിപ്പിക്കും? അവരുടെ പാപങ്ങൾ വർദ്ധിപ്പിക്കും. അവർ ഹറാമുകളിൽ കൂടുതൽ മുഴുകും. അങ്ങനെ അല്ലാഹു അവരെ കൂടുതൽ കനത്ത ശിക്ഷയ്ക്ക് അവരെ അർഹരാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇസ്തിദ്റാജ് എന്ന് അല്ലാഹു അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ധന്യതയും അത് അനുഗ്രഹമല്ല, മറിച്ച് പരീക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹുവിനെ അനുസരിക്കുക എന്നത് റിസ്ക് ലഭിക്കാനുള്ള കാരണമാകും. ആദ്യം പറഞ്ഞതിന്റെ നേർ വിപരീതം, ധിക്കരിക്കൽ റിസ്ക് ലഭിക്കാതിരിക്കാൻ കാരണമാകുമെങ്കിൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കൽ അല്ലാഹുവിന്റെ റിസ്ക് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു പറഞ്ഞില്ലേ, വലൗ അന്നഹും അഖാമു തൗറാത വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും അനുസരിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ, വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അതുപോലെ ഖുർആനും യഹൂദികളോട് നസ്രാനികളോട് പറയുകയാണ്, ഖുർആൻ വന്നതിന് ശേഷം ഖുർആൻ സത്യപ്പെടുത്തിയ തൗറാത്തും ഇൻജീലും അതുപോലെ ഖുർആനും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ വിഷയത്തിൽ എങ്ങനെ പറയാം, ഈ ഖുർആൻ മുറുകെ പിടിച്ച്, ഈ ദീൻ മുറുകെ പിടിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം, അവർക്ക് അവരെ മേലെ നിന്നും അല്ലാഹു ഭക്ഷണം ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ്, അഥവാ മഴ വർഷിപ്പിച്ച് നൽകുന്നതാണ്. വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ കാൽപാദങ്ങൾക്ക് അടിയിൽ നിന്നും അല്ലാഹു അവർക്ക് ഉപജീവനം നൽകുന്നതാണ്. എന്ന് വെച്ചാൽ ആ മഴ മൂലം അവർക്ക് വേണ്ട സസ്യലതാദികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു എത്തിച്ചു നൽകുന്നതാണ്. അവർ എന്ത് ചെയ്തിരുന്നെങ്കിൽ അഖാമു തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം, അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ആ വഹി മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ അല്ലാഹു ഇതുപോലെ റിസ്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കൽ സഹോദര, അത് നിന്റെ റിസ്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ. ജമാഅത്ത് നിസ്കാരത്തിന് ഷട്ടറിട്ട് പോരാൻ സാധ്യമായിട്ടും ഒരു 100 രൂപ കച്ചവടത്തിന് വേണ്ടി അവിടെ തന്നെ ഇരിക്കൽ നിന്റെ റിസ്ക് കുറയ്ക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. രാവും പകലും നീ കട തുറന്നിട്ടാലും ഒരീച്ച പോലും അതിലേക്ക് പ്രവേശിക്കരുതെന്നാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അതങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ രാവും പകലുമുള്ള കച്ചവടം കേവലം 1 മണിക്കൂർ കൊണ്ട് നിനക്ക് എത്തിച്ചു തരാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ഈ കാര്യം നീ മറന്നു പോവല്ലേ. എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ കയ്യിലുള്ള ഈ റിസ്ക്, ഈ ധനം നമ്മിലേക്ക് എത്തുമെന്നാണോ നാം കരുതുന്നത്?
അങ്ങനെ ധരിച്ചിരിക്കുന്നവൻ എത്ര വലിയ വിഡ്ഢിയാണ്. ഇനി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരവസ്ഥയാണോ അള്ളാഹു നമുക്ക് തിരഞ്ഞെടുത്തത് അതിൽ നാം തൃപ്തരാവുക. ദാരിദ്ര്യമാണോ തൃപ്തരാവുക, ധന്യതയാണോ തൃപ്തരാവുക. ധന്യതയിൽ തൃപ്തരാവാൻ പ്രത്യേകം പറയേണ്ടതില്ല, ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാനാണ് പ്രയാസം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഖുദ്സിയ ഒരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിൽ ചിലരുണ്ട്, ലൗ അഗ്നൈതുഹു, ഞാൻ അവരെ ധനികരാക്കിയാൽ, സമ്പത്ത് കൊടുത്താൽ, ലഅഫ്സദഹുൽ ഗിനാ, അവർക്ക് ആ സമ്പത്ത് അവരെ ഫസാദിലാക്കും, അവരുടെ ദീൻ നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ വഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിൽ ചിലരുണ്ട്, മൻ ലൗ അഫ്ഖർതുഹു, ഞാൻ അവരെ ദരിദ്രരാക്കിയാൽ, ലഅഫ്സദഹുൽ ഫഖർ, ആ ദാരിദ്ര്യം അവന്റെ ദീനിനെ നശിപ്പിച്ചു കളയും. സഹോദര, നീ ഇപ്പോഴുള്ള അവസ്ഥ ഏതാണോ, ധനികനാണോ, അത് അള്ളാഹു നിനക്ക് തിരഞ്ഞെടുത്തു തന്ന അവസ്ഥയാണ്. അതാണ് നിനക്ക് ഏറ്റവും യോജിച്ച അവസ്ഥ. നിന്നെ ഒരുപക്ഷെ അള്ളാഹു ദരിദ്രനാക്കിയാൽ ഈ പള്ളിയിൽ ഒരുപക്ഷെ നീ ഉണ്ടാവില്ലായിരുന്നു. നേരെ മറിച്ചും ദാരിദ്ര്യമാണോ നിലവിലുള്ള അവസ്ഥ, നീ ധനികനാണെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ കുറവ് വന്ന് ദീനിൽ നിന്ന് അകന്നു പോയനെ. ഈ എന്റെ അവസ്ഥ ഏതവസ്ഥയാണ് നിനക്ക് യോജിച്ചത് എന്ന് അള്ളാഹുവിനാണ് അറിയുന്നത്. അതാണ് ഈ ഹദീസിൽ നിന്നും അറിയിക്കുന്നത്. ധനികനാണോ അള്ളാഹു തിരഞ്ഞെടുത്ത് തന്നതാണ്, ദാരിദ്ര്യമാണോ അള്ളാഹു നിനക്ക് തിരഞ്ഞെടുത്ത് തന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പിൽ നീ തൃപ്തനാവുക. സ്വഹാബിമാർ അവരിൽ ചിലർ പറഞ്ഞതായി കാണാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു, ആ സമയത്ത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഞങ്ങൾ സമ്പന്നത കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. എന്ത് സമ്പന്നത കൊണ്ട് വിജയിച്ചു എന്നാണോ അദ്ദേഹം പറഞ്ഞത്? സമ്പന്നത കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. നമ്മിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു ബോധമാണ്. സമ്പന്നത എന്നത് വിജയമല്ല, മറിച്ച് ഫിത്നയാണ്, പരീക്ഷണമാണ്. ദാരിദ്ര്യം എന്നത് പരീക്ഷണമാണ്. എന്നാൽ ദുനിയാവിന്റെ ഈ ആളുകൾ, സത്യനിഷേധികൾ, അവർ സമ്പന്നത വിജയമായി കണ്ടതിനാൽ നാമും ഇതാ സക്സസിന്റെ മാനദണ്ഡം പണമായി മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ പുതുതലമുറയും ഇതാ പറയാൻ തുടങ്ങിയിരിക്കുന്നു, പണമാണ് പവർ, അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു മണി, അഥവാ സമയമാണ് എന്തിനുള്ള ആയുധം, അഥവാ എന്തിനുള്ള കാര്യം, സമ്പത്തുണ്ടാക്കാനുള്ള. ഓരോ സെക്കൻഡും ഈ ദുനിയാവിൽ എന്തിനാണ്? സമ്പത്തുണ്ടാക്കാനാണ് എന്ന ഇതുപോലുള്ള കായികകൾ നമ്മുടെ മുസ്ലിം മക്കളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. അതെ, സമ്പത്ത് അള്ളാഹു നിശ്ചയിച്ച ഇബാദത്തുകളിൽ ഒരു ഇബാദത്താണ് സമ്പത്ത് കൊണ്ട് ചെയ്യാനുള്ള ഇബാദത്തുകൾ. എന്നാൽ ജീവിത ലക്ഷ്യം അത് നീ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അനുസരിക്കുമോ ധിക്കരിക്കുമോ എന്നതാണ്. അതുകൊണ്ട് സമ്പത്ത് എന്നതും ദാരിദ്ര്യം എന്നതും ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു ദുആ, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ഗിനാ വൽ ഫഖർ. അല്ലാഹുവേ, സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. സമ്പത്തും ദാരിദ്ര്യവും രണ്ടും ഫിത്നയാണ്, പരീക്ഷണമാണ്. അതിന്റെ ഷർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നാം മറന്നുകൂടാ. സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുമോ ധിക്കരിക്കുമോ എന്ന റബ്ബിന്റെ പരീക്ഷണത്തിന് വിധേയനാകാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി അവനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യത്തിൽ ഏറെ ഭയന്നത് നാം ദരിദ്രരായി തീരുമോ എന്നതായിരുന്നില്ല, മറിച്ച് ധനികരാകുമോ എന്നതായിരുന്നു.
അവിടുന്ന് പറഞ്ഞു, വല്ലാഹി അല്ലാഹു ആണേ സത്യം, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, നിങ്ങൾ ദരിദ്രരായി തീരുന്നതല്ല ഞാൻ ഭയക്കുന്നത്, വലാകിൻ അഖ്ശാ അലൈക്കുമുദ് ദുനിയാ വഇന്നമാ അഖ്ശാ അലൈക്കുമുദ് ദുനിയാ അൻ തുബ്സത അലൈക്കും, ഈ ദുനിയാവ് അതിലെ സുഖസൗകര്യങ്ങൾ നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതാണ് ഞാൻ ഭയക്കുന്നത്. ഏതുപോലെ കമാ ബുസിതത് അലാ മൻ കാന മൻ ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഈ ദുനിയാവ് അതിലെ സൗകര്യങ്ങൾ സുഖലോലുപതകൾ വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ആ ഒരവസ്ഥ വരുന്നതാണ് ഞാൻ ഭയക്കുന്നത്. എന്താണ് ഭയക്കാനുള്ള കാരണം? ഫതനാഫസൂഹ കമാ തനാഫസൂഹ, നിങ്ങളുടെ മുൻകാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് ഈ അവസ്ഥ ഉണ്ടായപ്പോൾ, ദുനിയാവ് വളരെ വിശാലമായപ്പോൾ അവരതിനു വേണ്ടി മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ അതുപോലെ നിങ്ങളും അതിനുവേണ്ടി മത്സരിച്ച് അശ്രദ്ധയായി പോകുമോ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഭയന്നത്. വതുൽഹീകും കമാ അൽഹതുഹും, അങ്ങനെ ദുനിയാവ് വിശാലമായപ്പോൾ അതവരെ അശ്രദ്ധയിലാക്കി. കമാ അൽഹതുഹും, നിങ്ങളുടെ മുൻഗാമികളെ അശ്രദ്ധയിലാക്കിയതുപോലെ നിങ്ങളെ അശ്രദ്ധയിലാക്കുമോ എന്നും ഞാൻ ഭയക്കുന്നു. അതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, മറ്റൊരു ലഫ്ദിൽ കാണാം, ഫതുഹ്ലികകും, അവരെ നിങ്ങളെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. കമാ അഹ്ലകതുഹും, അവരെ നശിപ്പിച്ചതുപോലെ. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണിത്. നമ്മുടെ തന്നെ അവസ്ഥ പലപ്പോഴും മാറി മറിയാറുണ്ട്. ദാരിദ്ര്യത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മുന്നിടുന്നത് പോലെ നമ്മുടെ പാദങ്ങൾ ധന്യതയിൽ മുന്നിട്ടിട്ടുണ്ടോ? ദാരിദ്ര്യാവസ്ഥയിൽ നാം ചെയ്ത സുജൂദുകളുടെ എണ്ണത്തേക്കാൾ ധന്യതയിൽ നമ്മുടെ സുജൂദുകൾ വർദ്ധിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ദാരിദ്ര്യത്തിൽ ക്ഷമിക്കും ദരിദ്രനാണോ, സമ്പന്നതയിൽ നന്ദി കാണിക്കും ധനികനാണോ ഏറ്റവും ശ്രേഷ്ഠൻ? ചില മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞത് ധന്യതയിൽ നന്ദി കാണിക്കുന്ന ധനികനാണ് ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുന്നവനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ. കാരണം ചുറ്റുമുള്ള ആളുകളിലേക്കൊന്ന് നോക്കിയാൽ മതി, അവരുടെ കാൽ വഴുതി പോയിട്ടുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അശ്രദ്ധയിലായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഭയന്ന കാര്യവും അതാണ്, ദുനിയാവ് നമുക്ക് തുറന്നു ലഭിക്കുക എന്നത്. പരിധിയില്ലാതെ സമ്പത്ത് നമ്മുടെ കീശയിലെത്തുക എന്നത്. അതുകൊണ്ട് സഹോദര, നീ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയാണ് നിനക്ക് ഉത്തമമെന്ന് മനസ്സിലാക്കുക. നോക്കൂ, ധനികന്മാർ അവരുടെ വിശേഷണമായി പറഞ്ഞ കാര്യം അവർ കൂടുതൽ ധിക്കാരം പ്രവർത്തിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലുമാരോട് കൂടുതൽ ധിക്കാരം പ്രവർത്തിച്ചു. അവരെ എതിരിട്ട് നിന്നത് കൂടുതലും ധനികരാണ്, നാട്ടിലെ പ്രമാണിമാരാണ്. ശുഐബ് അലൈഹി ഇസ്ലാമിന്റെ സംഭവം വിവരിക്കുന്നിടത്ത് കാണാം, ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, നാട്ടിലെ അഹങ്കാരികളായ പ്രമാണിമാർ, സമ്പന്നർ, അവർ ഇപ്രകാരം പറഞ്ഞതായി കാണാം, ലനുഖ്രിജന്നക യാ ശുഐബ്, ശുഐബേ, നിന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കുന്നതാണ്. വല്ലദീന ആമനു മഅക്, നിന്നിൽ വിശ്വസിച്ച നിന്റെ കൂടെയുള്ള ആളുകളെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുമാർക്കെതിരെ ഇറങ്ങി പുറപ്പെട്ട വലിയൊരു വിഭാഗം സാധുക്കളായിരുന്നില്ല, മറിച്ച് സാധുക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരിൽ പലരും സാധുക്കളായിരുന്നു. അതുകൊണ്ട് ധന്യത ഹക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം കൂടെയാണ്. അഹങ്കാര നിമിത്തം സത്യത്തെ സ്വീകരിക്കാതിരിക്കാനുള്ളൊരു കാരണം കൂടെയാണ് സമ്പത്തിന്റെ വർധനവ് എന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, വലൗ ബസതല്ലാഹു റിസ്ക ലിഇബാദിഹി ലബഗൗ ഫിൽ അർള്, അല്ലാഹു തന്റെ അടിമകൾക്ക് റിസ്ക് അങ്ങേയറ്റം വിശാലമാക്കി കൊടുത്താൽ നമുക്ക് വേണ്ടതെല്ലാം ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന രീതിയിൽ സജ്ജീകരിക്കാൻ അല്ലാഹുവിനുള്ള പ്രയാസവുമുണ്ടോ? ഇല്ല. അല്ലാഹു അങ്ങനെ എങ്ങാൻ ചെയ്തിരുന്നെങ്കിൽ ലബഗൗ ഫിൽ അർള്, അവർ ഭൂമിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുമായിരുന്നു. വലാകിൻ യുനസിലു ബിഖദരി മാ യശാ, എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന അളവിൽ നമ്മുടെ റിസ്കുകൾ അല്ലാഹു എത്തിക്കുന്നു. ആവശ്യമായ കാര്യങ്ങൾ നമ്മിലേക്ക് അതിന്റെ ആവശ്യഘട്ടത്തിൽ എത്തിക്കുന്നു. ഭക്ഷണമാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, എല്ലാം അതിന്റെ സമയത്ത് അല്ലാഹു എത്തിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മുൻകാലഘട്ടത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഒരുപക്ഷെ ഭയന്നിട്ടുണ്ടാവാം. അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവാം, മുൻപോട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ മക്കൾ ജീവിക്കുക, നാം ഇപ്പോൾ ചെയ്യുന്ന കൂലിപ്പണിയും മറ്റും എത്രത്തോളം അവർക്ക് ചെയ്യാൻ കഴിയും, ആളുകൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ നമ്മുടെ മക്കൾ ജീവിക്കും. ഇന്ന് നോക്കൂ, അവരനുഭവിച്ചതിന്റെ ഇരട്ടിക്കിരട്ടി സുഖലോലുപതയാണ് നാം. റിസ്കിൽ വല്ല കുറവും വന്നോ? അല്ലാഹു റിസ്ക് കണക്കാക്കിയത് അത് നമ്മിലേക്ക് എത്തുന്നത് വളരെ അത്ഭുതമാണ്.
അതുകൊണ്ട് റിസ്കിന്റെ കാര്യത്തിൽ അള്ളാഹു അത് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ നാം ശങ്കിച്ചുകൂടാ. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കുക. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഖുർആനിൽ പിശാചി ദാരിദ്ര്യത്തെ സംബന്ധിച്ച് വാഗ്ദാനം ചെയ്യുന്നു എന്നൊരിടത്ത് ഞാൻ കണ്ടു. മറ്റു പലയിടത്തും അള്ളാഹു എൻ്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട് എന്നും ഞാൻ കണ്ടു. എന്നാൽ ആളുകളിൽ പലരും അള്ളാഹുവിന്റെ വാഗ്ദാനം വിലവെക്കാതെ പിശാചി അവന്റെ വാഗ്ദാനം അഥവാ ദാരിദ്ര്യഭയം നിമിത്തം ദുനിയാവിന് വേണ്ടി മുന്നിടുന്നതാണ് ഞാൻ കാണുന്നത്. സഹോദര, ആരുടെ വാക്കിനാണ് നീ വില കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ വാക്കിനാണോ അതല്ല പിശാചിന്റെ ഈ പ്രലോഭനങ്ങൾക്കാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അൽഹാകുമുത് തകാസുർ, പരസ്പരം പൊങ്ങച്ചം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകളിൽ എത്തുന്നത് വരേക്കും, അഥവാ 3 പിടി മണ്ണ് നമ്മുടെ മേൽ പതിക്കുന്നത് വരേക്കും നാം അശ്രദ്ധയിലാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ നാം വ്യാപൃതരായി പോയി, അശ്രദ്ധയിലായി. എപ്പോഴാണ് ബോധം വരിക? ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലെത്തുമ്പോൾ. ആ അവസ്ഥയിൽ നാം പെട്ടുകൂടാ. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, അള്ളാഹു അവതരിപ്പിച്ചു തന്ന വഹയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ദുഃഖിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ആദ്യമേ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. എത്ര ആയത്തുകളാണ്, എത്ര ഹദീസുകളാണ്. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ കൈകടിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും വിടവാങ്ങിപ്പോകുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.